വേൾഡ് കപ്പ് എന്താ സംഭവിച്ചത് പോലെ പക്ഷെ അടിപൊളിക്കണ്ട കളിന്ന്. ഒരു കാര്യമുണ്ട്, നമ്മളെ പാകിസ്ഥാനുമായിട്ടൊരു കളി കളിച്ച് അന്ന് ഗവാസ്കർ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇന്ത്യക്ക് എവിടുന്ന് വേണമെങ്കിലും ഇപ്പം കളിയെ ഇതാക്കാന്ന് ഉൾട്ടയാക്കാന്ന് അങ്ങനെ പറഞ്ഞായിരുന്നു. ആ ഒരു സാധനം തന്നെയാണ് എനിക്കൊന്ന് വേൾഡ് ഫൈനൽ നടന്നത്. സൗത്ത് ആഫ്രിക്ക വിൻ ചെയ്യുമെന്ന് പറഞ്ഞ കട്ടെത്തിയെന്ന് 14ാമത്തെ ഓവറിൽ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഓക്കെ, ഇന്ത്യ ജയത്തിലേക്ക് എടുക്കുന്നു. ആ 14ാമത്തെ ഓവർ അല്ല 15ാമത്തെ ഓവർ അക്സർ പട്ടേൽ 22 റൺ അടിച്ച് തൂത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ഇത് എന്താ നമ്മൾ കഴിച്ച് കളി പോയി. 30 ബോളിൽ 30 റൺ. അവിടുന്ന് ഉമ്മറ വന്നൊരു എന്റെ മോൻ. ഇത്രയും ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഹാർദിക് പാണ്ഡ്യയുടെ മറ്റേ ഇവന്റെ പേര് ക്ലാസന്റെ വിക്കറ്റ് പോയതാണ്. ക്ലാസൻ അവിടെ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് തോറ്റുപോയി. ഈ IPL അടിക്കാത്ത ക്ലാസനാണ് അവരുടെ സ്വന്തം രാജ്യത്തിന് വേണ്ടിയാണ് അടിച്ചത്. അതെ, അത് അല്ല അവര് തന്നെ പറഞ്ഞല്ലോ, സ്പിന്നേഴ്സിനെ ഇത്രയും നല്ലോണം ബെസ്റ്റ് ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ഇല്ല. ക്ലാസനെ ഇന്നലത്തെ കളി കണ്ടില്ലേ ഏത്. എന്നിട്ട് എന്ത് ഈ സ്പിന്നറിനെ എനിക്ക് സ്പിന്നറിനെ ഒരു കാര്യത്തിനും തുണച്ചില്ല. നമ്മള് ബാറ്റിംഗ് തുടങ്ങിയപ്പോൾ ഇവനുണ്ടല്ലോ മഹാരാജ് വിക്കറ്റ് ഇട്ടെന്ന് വെച്ചാൽ എനിക്കൊന്നും പ്രൊഫഷണൽ വിക്കറ്റ് ഒന്നും അല്ലായിരുന്നു. ഇല്ല, അത് അബദ്ധത്തില് ബാറ്റ്സ്മാന്റെ അബദ്ധത്തിൽ പോയതാ. ഇവനെ അടിച്ചു കൊടുത്തതാണെങ്കിൽ രോഹിത് അടിച്ച് കയ്യിലോട്ട് കൊടുത്തത് അത് കറക്റ്റ് ആയിട്ടൊന്നും അല്ല. ബോളറിന്റെ കഴിവുകൊണ്ട് കിട്ടിയ വിക്കറ്റ് ഒന്നും അല്ല, അബദ്ധം പറ്റിയത്. അതുകൊണ്ട് എനിക്ക് അപ്പം ആ ഒരു ഇതിലാണോ രോഹിത് ശർമ്മ സ്പിന്നേഴ്സിനെ നേരത്തെ പരീക്ഷിച്ചതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, സിറാജിനെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എനിക്ക് അല്ല എനിക്ക് ഇത്ര ആവശ്യമില്ലായിരുന്നു. ഒരു 2 സ്പിന്നർ ഇല്ലേ? അല്ല, 2 സ്പിന്നർ ജഡേജ ഉണ്ടായിരുന്നു. 3 സ്പിന്നർ ഉണ്ടായിരുന്നു. 3 സ്പിന്നേഴ്സും പിന്നെ ദുബെ 3 ഫാസ്റ്റ് ബോളേഴ്സും ഉണ്ടായിരുന്നു. 3 സ്പിന്നർ 3 ഫാസ്റ്റ് ബോളർ ഒരു ഓൾറൗണ്ടർ. അങ്ങനെ വെച്ചിട്ട് 4 സ്പിന്നർ വേണമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. നേരത്തെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഞാൻ ഇപ്പം പറയില്ല, 4 സ്പിന്നർ എനിക്ക് വേണം. രോഹിത് പറഞ്ഞില്ല ടീം സെലക്ഷന്റെ മുമ്പ് അങ്ങനെയാണ്. അത് എന്തുകൊണ്ടാണ് 4 സ്പിന്നർ? ചാഹലിനെ കളിപ്പിച്ചില്ല. അതായത് വിന്നിംഗ് ടീമിനെ ഒളിച്ച് പണിഞ്ഞതേ ഇല്ല. എനിക്കൊന്ന് കാനഡയ്ക്കെതിരെയുള്ള ആദ്യത്തെ വാമം വാച്ച് കഴിഞ്ഞപ്പോ തൊട്ട് ഒരേ സെറ്റ് അത് വിൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അത് തന്നെ ദുബൈയൊക്കെ ഞാൻ കഴിഞ്ഞ കളി ചേച്ചിയുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് കളി കണ്ടത്. അപ്പം അവരുടെ അടുത്ത് തന്നെ ഞാൻ പറഞ്ഞു, ദുബൈക്ക് പകരം ഒരു കല്ല് കൊണ്ട് അവിടെ വെച്ചായിരുന്നെങ്കിൽ അതിനകത്ത് തട്ടിയെങ്കിലും 4 പോയി 4 റൺ കിട്ടി. രക്ഷയില്ല. ദുബൈ ഇപ്പം വന്ന് കഴിഞ്ഞ് ഒരു 18 ബോൾ അവൻ തിന്ന് അത് കഴിഞ്ഞിട്ട് അവൻ പോത്തോളെന്ന് പറഞ്ഞ് അവൻ വന്ന് ഫസ്റ്റ് ബോളിൽ ഔട്ടായി പോയി. അതുകൊണ്ട് ഞാൻ എപ്പോഴേ പറഞ്ഞു, അവരെ രക്ഷപ്പെട്ടു, അവൻ പോയല്ലോ. അതൊരു ആശ്വാസം അല്ലേ. ഇംഗ്ലണ്ടിന്റെ മാച്ചിലുണ്ടല്ലോ സെമി ഫൈനലിൽ ദുബൈ ഒക്കെ ലാസ്റ്റ് കൊണ്ട് ഇറക്കി ഡക്കായിട്ട് പോയി. അത് ഗോൾഡൻ ഡക്കായിരുന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞു ആശ്വാസം. ആ കളിയാണ് ഞാൻ കണ്ടത്. അപ്പം ആശ്വാസമായി അവൻ പോയി. നല്ല കളിയായിരുന്നു. അല്ല 16 ബോളിൽ 32 26 അത് എഫക്റ്റീവായിട്ട് 7 റണ്ണിലല്ലേ ജയിച്ചത്. അപ്പൊ 26 റണ്ണ് ഇതാണ്. എല്ലാരും മാച്ച് വിന്നിംഗ് റൺ തന്നെ എടുത്തത്. അതെ, ഒരു കംപ്ലീറ്റ് ടീം പെർഫോമൻസ് ആയിരുന്നു വേൾഡ് കപ്പ്. ഈ വേൾഡ് കപ്പ് കംപ്ലീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ബാക്കിലോട്ട് ആലോചിക്കുന്ന സമയത്ത് പഴയ കളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവരാജിന്റെ പേരിലും ഒരാളുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതെ, പക്ഷെ ഈ വേൾഡ് കപ്പ് നോക്കി കഴിഞ്ഞാൽ 7 പേരെങ്ങാണ്ടാണ് മാൻ ഓഫ് ദി മാച്ച് അടിച്ചേക്കുന്നത്. പല പല കളിയിലായിട്ട് 7 പേരാണ് മാൻ ഓഫ് ദി മാച്ച്. ഡിഫറെന്റ് ആൾക്കാരാണ്. രോഹിത് ശർമ്മ, ഹാർദിക് പാണ്ഡ്യ, ബുംറ, ഇപ്പൊ ലാസ്റ്റ് ഫൈനലിൽ കോഹ്ലിയൊക്കെ ഇതുവരെ അത് ബാക്കപ്പ് ചെയ്ത രീതിയുണ്ടല്ലോ. കോഹ്ലിയുടെ എത്രയോ 2 മാച്ചിന് മുമ്പ് തന്നെ ചോദിക്കുന്നുണ്ട് കോഹ്ലിയുടെ ഫോം ഔട്ട് വേറെ ഒന്ന് മാറ്റി കളിച്ചൂടെ. ഇവൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മാറ്റി 1 ഡൗൺ ആയിട്ട്. കോഹ്ലിയുടെ സ്ട്രോങ് ഏരിയ എന്ന് വെച്ചാൽ 1 ഡൗൺ ആണ്. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ IPL ഫുള്ള് ഓപ്പണിംഗ് അല്ലേ ഇറങ്ങുന്നത്? അപ്പം അത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഞാൻ ശരിയാണ്, ഓപ്പണിംഗ് ഇറങ്ങിയിട്ടുണ്ട്, മാച്ച് മീറ്റിംഗ് പെർഫോമൻസ് ആവശ്യം പോലെ കാണിച്ചിട്ടുണ്ട്. അപ്പം പൊസിഷൻ അല്ല പോകും. അപ്പം അവരും പറഞ്ഞെന്താ, അയാളൊരു മാച്ച് വിന്നറാണ്, ചിലപ്പം ഹീ സേവിങ് ഫോർ ദ ബെസ്റ്റ് ഇൻ ഫൈനൽസ് എന്ന് പറഞ്ഞിട്ട് കറക്റ്റ് തന്നെ വന്നു. ദ്രാവിഡ് ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു. അതെ, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര നമുക്കും തോന്നി, പാവം പിടിച്ച അവനങ്ങ് തകർന്നിരിക്കും, ഡിപ്രഷനിൽ കാര്യമുണ്ട്. അവർക്കെല്ലാം അറിയായിരുന്നു ഇവരുടെ ലാസ്റ്റ് ഇതാണ്. അതായിരിക്കും കുറച്ചും കൂടെ ആ കൂടുതൽ പ്രശ്നങ്ങളല്ലേ, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റാതെ പോവാണല്ലോ എന്നുള്ളൊരിത്. എന്തായാലും അവരുടെ വിടവാങ്ങുന്നത് തന്നെ ഗ്രാൻഡ്. ഇപ്പം കണ്ട, ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂറിന് മുമ്പ് ജഡേജ വിരമിച്ച്, അപ്പം 3 പേര് വിരമിച്ച്
ദ്രാവിഡ് പോയി. അങ്ങനെ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ കയറി വരട്ടെ, അവര് പഠിക്കട്ടെ. T20 അല്ലേ അവര്, വൺ ഡേയിലും ടെസ്റ്റിലും ഉണ്ടല്ലോ. ഉണ്ട്. അല്ല ഞാൻ പറഞ്ഞത് ഒരു അടുത്ത വേൾഡ് കപ്പ് ഒരു കളിക്കോ ഒരിക്കൽ വൺ ഡേ രോഹിത് എന്തെങ്കിലോ 36 വയസ്സ് അല്ലേ? രോഹിത്തിന് 36, കോഹ്ലിക്ക്. കോഹ്ലിയുടെ ഫിറ്റ്നസിന് ഉറപ്പായിട്ട് നിൽക്കും. എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്മാൻ എന്ന് പറയുന്ന, അതായത് രോഹിത് ശർമ്മ, ഞാൻ രോഹിത് ശർമ്മ ഫാനാണ്. അതായത് ഞാൻ പണ്ട് ഫാൻ അല്ലായിരുന്നു, അയാളുടെ കളി കണ്ട് പണ്ട് കളി ഇഷ്ടമായിരുന്നു. ക്ലാസ് ബാറ്റിംഗ് ആണ്, ടെക്സ്റ്റ് ബുക്സ് ബാറ്റിംഗ്, അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. സച്ചിൻ ആണെങ്കിലും ഭുവനേശ്വർ കുമാർ വന്നപ്പം അത്രയധികം സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവന്റെ ബോളിംഗ് ആക്ഷൻ. ശ്രീശാന്തിന്റെ ബോളിംഗ് ആക്ഷൻ എനിക്ക് ഇഷ്ടമായിരുന്നു, സഹീർ ഖാന്റെ ബോളിംഗ് ആക്ഷൻ. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു ഇതാണ്, ഒരു ക്ലാസ് സംഭവമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് തന്നെ അതേ സംഭവം തന്നെയാണ് രോഹിത് ശർമ്മ. രോഹിത് ശർമ്മയുടെ ബാറ്റിംഗ് കാണാനൊരു അഴകാണ്, അതുകൊണ്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്നൊരു. സച്ചിന്റെ ബാറ്റിംഗ് സൂപ്പറാ കാണാൻ. രോഹിത് ശർമ്മയെ കുഴപ്പമില്ല, രോഹിത് ശർമ്മയുടെ സിക്സ് ഒക്കെ നല്ല രസം കാണാൻ. ബാറ്റിംഗ് കൊള്ളുപോട്ടെ. ആസ്ട്രേലിയക്കെതിരെയുള്ള കളി എന്റെ ദൈവമേ, അത് ഞാന് എന്താ പറയുന്ന, സെക്കൻഡ് ഓവറിൽ സ്റ്റാർക്കിന് 29 റൺ എടുത്ത് ഞാൻ ഓക്കെ ആയിരുന്നു. എന്നുവെച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ട് കളി, എന്നെ കളിയാന്ന് പറഞ്ഞു. അടുത്ത ഓവർ വന്നിട്ട് കമ്മിൻസിനെ ഒരു 6 അടിച്ചു ഫസ്റ്റ് ബോളിൽ. അത് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ബോൾ എറിയുന്നതിന് മുമ്പ് മഴ വന്ന് കളി മുടങ്ങിപ്പോയി. ഇടയ്ക്ക് വെച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ വന്നത് 5 മിനിറ്റ് കഴിഞ്ഞ. പക്ഷെ ആ 100 മീറ്റർ 6 അടിച്ചത്, ആ മീറ്ററും കാര്യങ്ങളൊന്നും അല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത്. എന്താ പറഞ്ഞ, ആ ബോളിനെ ഓൺ ചെയ്ത ഒരു രീതിയുണ്ട്. ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് മുട്ടിലിരുന്നൊരു 6, ആ ബാറ്റിന്റെ സൗണ്ട്, ആ ബാറ്റിന്റെ സൗണ്ടും ആ ബോളറെ മൊത്തത്തിൽ ഓൺ ചെയ്ത് പുള്ളിയുടെ കളിയായിപ്പോയി. ബോളർ നിഷ്പ്രഭമായിപ്പോയി, മനസ്സിലായി? ആ രീതിയിൽ ഓൺ ചെയ്ത രീതി അത് അടിപൊളിയായിരുന്നു. അതുപോലെ ഫൈനലില് ആർക്കെതിരെയാണെന്ന് എനിക്കറിയില്ല, കോഹ്ലി ഒരു 6 അടിച്ചാൽ 50 കഴിഞ്ഞതിന് ശേഷം സ്ട്രെയിറ്റ് ഒരു 6, അത് കിട്ടില്ല 6 ആയിരുന്നു. ആര് ഫാസ്റ്റ് ബോളറിനെയാണ് ഒരു 6, സ്ട്രെയിറ്റ് 6. അത് ഇങ്ങനല്ല, സ്ട്രെയിറ്റ് ഡ്രൈവ് അല്ല, അത് കറക്റ്റ് മിഡില്, കറക്റ്റ് സ്വീറ്റ് സ്പോട്ടിൽ നല്ല സൗണ്ട് ആയിരുന്നു. പൊക്കത്തിലെ പോയത് അടിപൊളി 6 ആയിരുന്നു. അത് 2 6. അതൊക്കെ സ്റ്റാമിന എനിക്ക് തോന്നുന്നു, കോഹ്ലിയുടെ സ്റ്റാമിനയുടെ ഇത് നമ്മുടെ ധോനി അടിക്കുന്ന ചില സാധനമല്ല, നമ്മുടെ ഹെലികോപ്റ്റർ ഷോട്ടൊക്കെ, അത് പ്യുവർ പവർ അടിച്ച് ബാറ്റിന്റെ അറ്റത്തോട്ട് പവറിനെല്ലാം അടിച്ചു. പക്ഷെ ഇത് തുറന്ന മൊത്തത്തിൽ ഒരു ടീം വർക്കാണ്. ഈവൻ രോഹിത് ശർമ്മ പാളിപ്പോയെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചേച്ചിയുടെ അടുത്ത് ഇങ്ങനെ ചാറ്റ് അയച്ചോണ്ടിരിക്കുക മെസ്സേജ് ഓരോ മിനിറ്റ്, ഇതെന്തോ തരുവാണ്. അപ്പം ഞാൻ പറയാണ്, കോഹ്ലി ഉണ്ടല്ലോ അവിടെ, കോഹ്ലി എന്താ ഈ മുട്ടി കളിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് കോഹ്ലി ഇനി ഇറങ്ങാനായിരിക്കും, അടുത്തത് കളിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഹ്ലി എന്ന് പറയുന്നത് ഗിയർ മാറ്റാൻ കഴിവുള്ള ഒരു മനുഷ്യനാണ്. മേ ബി 30 ബോളിൽ നിന്നായിരിക്കും 50 റൺ എടുക്കുക, 30 ബോളിൽ നിന്ന് 30 റണ്ണൊക്കെ ആയിരിക്കും. 50 തന്നെ വന്നു കണ്ടില്ലയോ, 48 ബോളിൽ. അതിനുശേഷം ഔട്ട് ആകുമ്പോൾ 59 ബോളിൽ 76 റണ്ണുണ്ട്. ആ ചേഞ്ച് വരുത്താൻ, ഗിയർ മാറ്റാൻ മേ ബി ഒരു 5 ബോളും കൂടെ നിന്നായിരുന്നു ഇതായിരിക്കത്തില്ല സ്ഥിതി. 5 ബോളും കൂടെ നിന്നായിരുന്നെങ്കിൽ മേ ബി അവൻ 90+ ആയിരുന്നു. അടിച്ചു കൂട്ടിയാണ് അത്രയും. ഇതിൽ അവന്മാരുടെ ഫീൽഡിംഗ് പൊസിഷൻ മാറിയപ്പോഴത്തേക്ക് മനസ്സിലായി, അവർക്കും നല്ലപോലെ വൃത്തിക്ക് ഫീൽഡിംഗ് പൊസിഷൻ ചെയ്തിട്ടുണ്ട്. ക്യാച്ചൊക്കെ നല്ല വൃത്തിക്ക് എടുത്തവന്മാർ. അതെ, നല്ല ഫീൽഡിംഗ് ആയിരുന്നു. ഇന്ത്യയുടെ ഫീൽഡിംഗ് കുറച്ചുകൂടെ ബെച്ചാപ്പെടണമെന്ന് തുടക്കത്തിൽ എനിക്ക് തോന്നിയെങ്കിലും അവസാനം ആയപ്പോൾ കിടിലായി. ഈവൻ എനിക്ക് തോന്നുന്നത് ഡേക്കോക്കിനെയാണ് തോന്നുന്നു ഔട്ടാക്കിയത്. ഫസ്റ്റ് ഏതോ ഒരു സെക്കൻഡ് ബോളിലോ മറ്റോ ഹാർദിക് പാണ്ഡ്യക്ക് ലെഫ്റ്റ് സൈഡിൽ 4 അടിച്ചു. അതേ പ്ലേസിൽ ഒരാളെ സെയിം ബോൾ കറക്റ്റ് ക്യാച്ച്. നല്ല സൂപ്പർ പൊസിഷൻ ആയിരുന്നു. അത് ഞാൻ പറഞ്ഞു, രോഹിത്തിന്റെ ക്യാപ്റ്റൻസി അത് സംഭവിച്ചോളൂ. അതൊന്ന് ക്യാപ്റ്റൻസിയിൽ ഭയങ്കര 27-26 റണ്ണ്, ആ ഒരു 27 ബോൾ 26 റണ്ണ് ജയിക്കാനുള്ള ആ രീതി വന്നപ്പോഴാ ക്യാപ്റ്റൻസിയിൽ ചെറിയൊരു ചേഞ്ചസ് വന്നു. ബോളറെ മാറ്റി. ഞാൻ വിചാരിച്ചത് ഹർഷദീപ് സിംഗ് ലാസ്റ്റ് ഓവർ ചെയ്യുമെന്നാണ്. പക്ഷെ അത് ഞാനും വിചാരിച്ചു അങ്ങനെ. പക്ഷെ അതിന് മാറ്റി നിർത്തിയിട്ട് സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ബുംറയെ നേരത്തെ ഇറക്കി ഹർഷദീപ് സിംഗിനെ അതിന് പിന്നിലിറക്കി ഹാർദിക് പാണ്ഡ്യക്ക് ലാസ്റ്റ് ഓവർ കൊടുത്തു. ഭയങ്കര ഞാൻ സത്യം പറഞ്ഞ ബുംറയെ കൊണ്ടുവരണമെന്ന് വിചാരിച്ച സമയത്ത് തന്നെയാണ് രോഹിത് ശർമ്മ കൊണ്ടുവന്നത്. എന്തുകൊണ്ട് ബുംറയെ കൊണ്ടുവരുന്നില്ല? അല്ല, അവർ ഓവർ തീർന്നില്ലേ സംഭവം? അവർ 2 ഓവർ തീർന്നായിരുന്നല്ലോ. തീർന്നു. ഹാർദിക് പാണ്ഡ്യ അല്ല, ഞാൻ ആലോചിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറഞ്ഞ 13ാമത്തെ ഓവറിൽ ഇവന് അക്സർ പട്ടേലിന് ഓവർ കൊടുത്തു. അപ്പൊ അവന് വലിയ കുഴപ്പമില്ലാതെ പോയി. 14ാമത്തെ ഓവർ ഇവനും കൊടുത്തു. അല്ല,
അതിനുശേഷം അക്സർ പട്ടേലിന് വീണ്ടും ഒരു ഓവർ, അതായത് അക്സർ പട്ടേലിന്റെയും മറ്റേ എന്താ അവന്റെ പേരെന്തായിരുന്നു സ്പിന്നർ, കുൽദീപ് അക്സർ പട്ടേലിന്റെയും കുൽദീപ് യാദവിന്റെയും രണ്ട് ഓവറിന് മുമ്പേ ഈ പാണ്ഡ്യ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചായിരുന്നു. എന്ന് വെച്ചാൽ സ്പിന്നർമാരെ അവരെ നല്ലോണം കളിച്ചു. അവര് ഫുൾ ഓവർ തീർത്തായിരുന്നു, 4 ഓവർ തീർന്നു. പക്ഷെ ആരും ഇറക്കിയില്ല. നമ്മള് ഈ 4, 3, 5 വരെ പരീക്ഷിച്ച്. പിന്നെ ഒരാളെ കൂടെ 3 ഓവർ എറിഞ്ഞോ. ജഡേജ ഫുൾ ഓവർ ഒരു ഓവറാണ്. അതാണ് അടി കിട്ടി. ജഡേജയ്ക്കും ഒന്നും പിടിക്കാം, സ്ലോവേഴ്സിന് ഒന്നും പിടിക്കാൻ പറ്റില്ല. അക്സർ വിക്കറ്റ് ഇട്ടായിരുന്നു. അക്സറിന് ഒരു വിക്കറ്റ് കിട്ടിയ ഞാൻ ഓർക്കുന്നില്ല. അക്സറിന് ഒരു വിക്കറ്റ് കിട്ടി. മറ്റേ ഇവൻ ഏതും പോയായിരുന്നു, ബൗൾ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു വിക്കറ്റ് കിട്ടിയ. പക്ഷെ എന്നാലും അക്സറിനൊക്കെ അടി കിട്ടി, നല്ലോണം അടി കിട്ടി. പക്ഷെ അക്സർ മേക്ക് ഓവർ ചെയ്തത് ബാറ്റിംഗില് 47 റൺ. റൺഔട്ട് ആവണ്ടേ, റൺഔട്ട് ആയില്ലായിരുന്നു. കൊള്ളത്തേന്ന് വിചാരിച്ചതാ. പക്ഷെ വിക്കറ്റ് ആയിരിക്കില്ലെന്നാ ഞാൻ വിചാരിച്ചത്. അവൻ അനാവശ്യമായിട്ട് ഓടിയതാ. വേണ്ടായിരുന്നു. അതിപ്പോ ഞാൻ ബോളും ചെയ്തില്ല, അങ്ങ് ഓടിയും കളഞ്ഞു. തിരിച്ചു പെട്ടെന്ന് ഓടി കയറിയാലും മതിയായിരുന്നു. അതൊന്നും പക്ഷെ അങ്ങ് ഓടി പകുതിക്ക് മുകളിൽ ഓടി. പക്ഷെ അത് നല്ല ബാറ്റിങ്ങും. എനിക്കത് അവൻ കുറച്ചും കൂടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചും കൂടെ റണ്ണ് വന്നതിനായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും ഒരു 200 അടുത്ത് നമുക്ക് എന്തായാലും എത്തായിരുന്നു. അതെ, അക്സർ പട്ടേലിനെ നേരത്തെ, അതായത് ദൂബെ ഉണ്ട്, പാണ്ഡ്യ ഉണ്ട്, ഇവർക്കൊക്കെ മുന്നേ അക്സർ പട്ടേലിനെ ഇറക്കി വിട്ടപ്പോഴേ അറിയാം റൺ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് പിച്ച് ഹീറ്ററായിട്ടാണ് ഇറക്കി വിട്ടത്. കോഹ്ലിയുടെ ആ സമയത്തെ റോൾ എന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുക, അക്സർ പട്ടേലിനെ സപ്പോർട്ട് ചെയ്യാന്നുള്ള റോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് വൃത്തിയായിട്ട് ചെയ്യുകയും ചെയ്ത് പതുക്കെ ഗ്രാജുവലി ഒരു 17 ഓവർ വരെ, സത്യം പറഞ്ഞാൽ 15ാമത്തെ ഓവർ അല്ല 15ാമത്തെ ഓവറിൽ അടി തുടങ്ങുമെന്നാണ് ഞാൻ, അതായത് 10ാമത്തെ ഓവർ ആയപ്പോഴാണ് ചേച്ചി ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞ് പിച്ച് ഹൈറ്ററായിട്ടാണ് ഇറക്കി വിട്ടേക്കുന്നത്, മേ ബി വെയിറ്റ് ചെയ്യാം, അക്സർ പട്ടേലിനെ എന്തുകൊണ്ട് ഇറക്കി വിട്ടെന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അത് കണക്ട് ആയത്. പിന്നെ അതിനുശേഷം 17ാമത്തെ ഓവർ വരെയാണ് നിന്നതിന് ശേഷമാണ് വീണ്ടും 3 ഓവറിലാണ്, ലാസ്റ്റ് 3 ഓവറിലാണ് സ്കോർ കയറ്റിയത്. അതില് ദുബെ നല്ല വൃത്തിയായിട്ട്, ദൈവത്തെ ഭാഗ്യം എന്തായാലും അവൻ നല്ലോണം കളിച്ചു. അതുകൊണ്ട് അതും കയറി. കോഹ്ലി ഔട്ട് ആയില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ, കോഹ്ലി എനിക്ക് തോന്നുന്നു ഔട്ടാനുള്ള മെയിൻ കാരണം ബോൾ മാറ്റേണ്ടി വന്നു. അവിടെ 6 അടിച്ചതിന് ശേഷം ബോൾ മാറ്റിയത്, ബോൾ ക്വിക്കായി. അതെനിക്ക് റീപ്ലേ കണ്ടപ്പോ എനിക്ക് അതാ ഫീൽ ചെയ്തതല്ലേ. ബോൾ കുത്തിയതിന് ശേഷം പെട്ടെന്ന് അടുത്തോട്ട് വന്നു. അപ്പം ബാറ്റ് സ്ലോ ബോൾ ആയിരുന്നു പറഞ്ഞത്, അത് എറിഞ്ഞത് അവൻ ക്യാച്ച് കൊടുത്ത ബോൾ സ്ലോ ബോൾ ആയിരുന്നു. പക്ഷെ കുത്തിയതിന് ശേഷം ബോളായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. ടിക്കെന്ന് പറഞ്ഞിട്ട് കുത്തി അങ്ങ് കയറിയത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് നല്ല ഷോട്ടായിരുന്നു, പവർ കുറവായിരുന്നു. 6 പോണ്ട പെട്ടെന്ന് മൂവ്മെന്റ് സംഭവിച്ച പോലെ എനിക്ക് തോന്നിയായിരുന്നു ആ ബോൾ. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് എന്താ ഇത് ഫൈനലിൽ ശരിക്കും ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ വന്നായിരുന്നെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ഓസ്ട്രേലിയ പാകിസ്ഥാൻ ആയിരുന്നെങ്കിൽ, ഈ സൗത്ത് ആഫ്രിക്ക വന്നോണ്ട് എനിക്ക് ഭയങ്കര വിഷമം. സൗത്ത് ആഫ്രിക്ക അവരാണെങ്കിൽ എപ്പോഴും സൗത്ത് ആഫ്രിക്ക ജയിച്ചായിരുന്നെങ്കിൽ എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു, വലിയ സങ്കടം വരൂല്ലായിരുന്നു. അല്ല, ഇന്ത്യ തോറ്റൊരു സങ്കടം ഉണ്ടായിരിക്കും. ബട്ട് സൗത്ത് ആഫ്രിക്ക ജയിച്ചാൽ എനിക്ക് സങ്കടം ഇല്ലായിരുന്നു, എനിക്ക് സന്തോഷം ഉണ്ടാവും. എനിക്ക് അവർക്ക് ഡിസർവിംഗ് ആണ്, അവർക്ക് ഒരു കപ്പ്. എനിക്ക് തോന്നുന്നു സെമി ഫൈനലിന് മുമ്പാന്ന് തോന്നുന്നു നമ്മുടെ ABDയുടെ അടുത്ത് ഒരുത്തം വന്ന് ചോദിച്ചായിരുന്നു, കോഹ്ലി 100 അടിക്കുന്നു, ഇന്ത്യ ജയിക്കുന്നു, ഒരു സിനാരിയോ. രണ്ടാമത്തെ സിനാരിയോ, കോഹ്ലി ഡക്കിന് പോകുന്നു, ദക്ഷിണാഫ്രിക്കയെ കപ്പടിക്കുന്നു. ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? അപ്പോഴത്തേക്ക് കോഹ്ലി അല്ല 100 അടിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം, ബട്ട് ഈ ഒരു കപ്പ് ഈ പ്രാവശ്യത്തേക്ക് ഞങ്ങൾക്ക് തരണം, ജസ്റ്റ് വൺ പറയുന്നൊരു സീൻ. അത് ആ ഒരു ഭയങ്കരമായിട്ട് നമ്മളെ എന്നുവെച്ചാൽ അവരത്രയും ഇത്രനാളും ഫൈനലിൽ വന്നിട്ടില്ലല്ലോ, ഇത്രയും ദ്രൗപാദികം വന്നിട്ടൊരു ടീം. പണ്ടൊരു ഫൈനൽ ഓർമ്മയുണ്ട്, ഓസ്ട്രേലിയ ആയിട്ട് സെമിഫൈനലിലെ ഫൈനലോ ടൈ ആയി പോയി. അതല്ല, ഒരു ഭയങ്കര കളിയായിരുന്നു, റൺ റേറ്റിന്റെ തോറ്റും പോയി, ഭയങ്കര വിഷമമായിരുന്നു. എനിക്കൊക്കെ വിഷമം വന്നത്, ഞാൻ ലൈവ് ഉണ്ടോ അവിടെ സമയത്ത്. അതെ, എനിക്ക് തോന്നുന്നു ആരായിരുന്നു, മറ്റേ ലെസ്നറോ അവനാണെന്ന് തോന്നുന്നു, ബാറ്റ്സ്മാൻ ലെസ്നർ എന്നാണോ അവന്റെ പേര്, മറ്റേ ഫീൽഡൊക്കെ ചെയ്യുന്ന ബൗളർ, ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ, ഓൾറൗണ്ടർ. കല്ലീസല്ല, ഒരാളുണ്ട് ലെസ്നർ, ക്ലൂസ്നർ ഉണ്ടായിരുന്നു. ക്ലൂസ്നർ തട്ടിയിട്ടിട്ട് ഓടി. അവരൊക്കെ പടന്ന് കുരഞ്ഞു കൊണ്ടുപോകണമെങ്കിൽ നമ്മളും കരുതി. ഭയങ്കര ഒരു ഇതായിരുന്നു. സൗത്ത് ആഫ്രിക്കയുടെ നമുക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഇപ്പം എനിക്ക് പേഴ്സണലി അഫ്ഗാനിസ്ഥാനോട് ആ ഒരു ഇതുണ്ട്, അവര് നല്ലൊരു ടീമാണ്. പക്ഷെ എന്തോ എനിക്ക് ആധികാരികമായിട്ട്
സൗത്ത് ആഫ്രിക്ക ജയിച്ചത് എനിക്ക് സെമി ഫൈനലാണെന്നാ തോന്നുന്നത്. ഇത് അഫ്ഗാനിസ്ഥാന്റെ കൂട്ടത്തില് ബാക്കിയൊക്കെ ഒരു ലക്ക് പോലെ എനിക്ക് തോന്നി. അവരുടെയൊക്കെ കളികളൊക്കെ അങ്ങനെ ഒരു ലക്ക് ഫാക്ടർ തോക്കുന്നെത്തിയിട്ട് അവർ ജയിച്ചത്. ഇതിനകത്ത് തന്നെ ആണെങ്കിലും 15ാമത്തെ ഓവറിൽ ബുംറ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞാൻ ലാസ്റ്റ് ഓവർ ഹർദീപിന് കൊടുക്കും, അർഷ്ദീപ് സിംഗിന് കൊടുക്കും, ഹാർദിക് പാണ്ഡ്യ തൊട്ട് മുമ്പത്തെ ഓവർ എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ഓവർ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതെ, എനിക്കും അങ്ങനെ വന്നു. ബട്ട് വേറൊന്നുണ്ട്, T20 സെക്കൻഡ് ലാസ്റ്റ്, അത് അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പം സെക്കൻഡ് ലാസ്റ്റ് ഓവറിന് അത്രത്തോളം പ്രാധാന്യമുണ്ട് T20. സെക്കൻഡ് ലാസ്റ്റ് ഓവറിന് നല്ലോണം അടി കിട്ടിയിട്ട് ലാസ്റ്റ് ഓവറിൽ 5 റണ്ണേ ഉള്ളെങ്കിൽ നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം ലാസ്റ്റ് ഓവറിൽ റൺ കൂട്ടി വെക്കണം. അതുകൊണ്ടായിരിക്കും 20+ കൂട്ടിയാ അത്ര നല്ലത്. 15+ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹോപ്പ് ഉണ്ട്. 18+ ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ ഒരു ഇതുണ്ട്. ബട്ട് അത് ഇതെങ്കിൽ പക്ഷേ ആ എന്തുവാ 6 ബോളിൽ 16 റൺ, അതിലാ ക്യാച്ച് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനുണ്ടല്ലോ ലിറ്ററലി ആ സീറ്റിൽ എണ്ണീച്ച് ചാടി എഴുതി ആഘോഷിച്ചു. ആദ്യമേ ഞാൻ ദൈവത്തെ വിളിച്ചത് ഓടി വന്നെടുത്ത് വിശ്വാസം ഇല്ലായിരുന്നു ചവിട്ടിയോ. അതാണ് വിശ്വാസം ഇല്ലായിരുന്നു എനിക്ക്. 6 പോയോ ക്യാച്ച് എടുത്തു വന്നു. എന്നിട്ട് ഓടി വന്നിട്ട് അവൻ ഇങ്ങനെ കൈ നോക്കുന്ന കണ്ടപ്പോഴാണ് നമുക്ക് കിട്ടിയല്ലോ. അത് കഴിഞ്ഞിട്ട് പിന്നെ റിവ്യൂവിന് കൊടുത്തപ്പോ ടച്ച് ചെയ്താ പിന്നെ ഒന്നാമതിലാണ് മില്ലർ അവനാണെ അടിക്കാൻ വേണ്ടി കാത്തിരിക്കുക. അല്ല, ക്യാച്ച് എടുത്ത് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് മില്ലറാണല്ലോ ഔട്ടായെന്ന് എനിക്ക് റിയലൈസ്. അപ്പോഴേക്കും മില്ലർ പോയി. എനിക്ക് ആഗ്രഹം അപ്പൊ മില്ലറാ അടിച്ചത്. അയ്യോ പോയി കിട്ടി, രക്ഷപ്പെട്ട്. പിന്നെ ആരും ഇല്ലല്ലോ അടിക്കാൻ. പിന്നെ റബാഡൊക്കെ അടിക്കുമോന്ന് ചിലപ്പോൾ പറയാൻ പറ്റില്ല, അറിയാൻ പറ്റില്ല. പക്ഷെ ഓസ്ട്രേലിയൻ ടീമാണെങ്കിൽ ഇവന്മാരെ ഒന്നും മറ്റേ കമ്മിൻസ് ഒക്കെ വന്ന് പൊട്ടിക്കും. അവരുണ്ടെങ്കിലും അവന്മാര് പൊട്ടിക്കും. അവന്മാര് ഫാനിന് വേണ്ടി ജയിച്ചവന്മാരെ. അത് ഈ പറഞ്ഞ പോലെ ഓസ്ട്രേലിയ അതായത് എനിക്കൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഓസ്ട്രേലിയ ഇന്ത്യക്കെതിരെ തോറ്റല്ലോ, അത് കഴിഞ്ഞിട്ട് റൺ റേറ്റിന്റെ കയറണം, എന്നിട്ട് ഫൈനലിന് ഓസ്ട്രേലിയക്കെതിരെ വരണം, എന്നിട്ട് ഓസ്ട്രേലിയ ഫൈനലിൽ പൊട്ടിക്കണം, എന്നിട്ട് പണ്ടത്തെ റിവെഞ്ച് കുറച്ചും കൂടെ കാര്യമായിട്ട് എടുക്കാനായിട്ട് അങ്ങനെ പൊട്ടിക്കണം ആഗ്രഹം. അപ്പൊ എന്റെ ഒരു കൂട്ടുകാരൻ ഇത് പറഞ്ഞപ്പോ എന്റെ ഒരു കൂട്ടുകാരൻ തിരിച്ചു ചോദിച്ചു, എടാ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ നോക്കൌട്ട് മാച്ചസിനകത്ത് വൻ പ്ലെയർ ആണ്, അവന്മാരെ വേണം വന്ന് ഫൈനൽ അടിച്ചാലും അനക്കളം നല്ല ഇപ്പൊ ഔട്ടായി ഫൈനൽ നമ്മൾ ഒന്നാതെ ഒന്ന് തുഴഞ്ഞു. ഇതിവിടെ ഓസ്ട്രേലിയ ആയിരുന്നെങ്കിൽ കളം അറിയാനത്. അവന്മാര് പിന്നെ ഈ പറഞ്ഞ പോലെ ഫൈനലിന് വേണ്ടി ജയിച്ചവന്മാര് ചിലപ്പോ അടിച്ചോണ്ട് പോയി കളയും കപ്പ്. പക്ഷെ ഇത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഇവന്മാർക്ക് ശാപമുണ്ട് സൗത്ത് ആഫ്രിക്കയ്ക്ക് ഫൈനൽ വന്നിട്ട് പൊളിക്കും. ഇപ്പൊ ഫൈനൽ വന്നല്ലോ, ഇനി അടുത്ത കപ്പ് അടിക്കട്ടെ. ഇപ്പം അടുത്ത ഇന്ത്യ വരാതിരിക്കും. ഫൈനൽ നമ്മുടെ ഇന്ത്യ അല്ല, ഇന്ത്യ ഇപ്പം കോഹ്ലി ഇതൊക്കെ മാറിയല്ലോ, യങ് ടീമിന്റെ അമ്മമാര് എന്തായാലും കേട്ടത്. അത് കുഴപ്പമില്ല. അടുത്ത സിംബാബ്വൻ പര്യടനത്തിന്റെ ഉള്ള ടീം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സഞ്ജു ആ മെയിൻ കീപ്പർ പന്തില്ലല്ലോ, ജുറേല അവിടെ എന്തെങ്കിലും പെർഫോമൻസ് ചെയ്യാൻ. എന്തായാലും മലയാളി സാന്നിധ്യം ഒരു വരമായി. വേൾഡ് കപ്പില് മലയാളികൾ ഉണ്ടെങ്കിലേ കപ്പ് കിട്ടത്തുള്ളൂ ഉറപ്പായാലും. ശ്രീശാന്ത് ആദ്യത്തിനകത്ത് ആരായിരുന്നു? അതൊരു മലയാളി ഉണ്ടായിരുന്നു, പേര് ഞാൻ മറന്നുപോയി. പ്ലെയറാ? പ്ലെയർ ആണല്ലേ. മലയാളി ഉണ്ടായിരുന്നു, ഇതിനകത്ത് മലയാളി ഉണ്ടായിരുന്നു, ലാസ്റ്റ് ശ്രീശാന്ത് ഉണ്ടായിരുന്നു, സഞ്ജു ലാസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ അവസാനം എല്ലാരും ആഘോഷിച്ചുകൊണ്ട് നിന്ന സമയത്ത് ഫോട്ടോ എടുക്കാനായിട്ട് നിന്നപ്പോഴത്തേക്ക് മറ്റേ ടീമിനെ സ്റ്റാഫിനെ വന്ന് കയറി വിളിക്കുകയും കപ്പ് ഭയങ്കര. അപ്പോഴെനിക്ക് മനസ്സ് ഞാൻ ഇവിടെ കൈകൊട്ട് വരാം. ദ്രാവിഡ് ആ ഒരു പഴയ ദ്രാവിഡ് ഉണ്ടല്ലോ, അതിങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പാറി പറന്നു. ദ്രാവിഡിന് കപ്പ് കിട്ടിയിട്ടില്ല. എനിക്ക് ഏറ്റവും ഗാംഗുലി ക്യാപ്റ്റനായ സമയത്ത് ഒരു ഫൈനൽ നമ്മൾ എത്തിയായിരുന്നു. അന്ന് കപ്പ് കിട്ടിയായിരുന്നെങ്കിൽ നല്ല ടീമായിരുന്നു. അതൊരു ഗംഭീര ടീമായിരുന്നു. അന്ന് ഭയങ്കര വിഷമം വന്നായിരുന്നു. സച്ചിനൊക്കെ മാൻ ഓഫ് ദി സീരീസ് വാങ്ങുമ്പോഴും തകർന്നിങ്ങനെ നിന്ന് വാങ്ങുന്ന എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഗോൾഡൻ പിച്ചോ ബാറ്റോ അങ്ങനെ അത് വാങ്ങുന്നപ്പോ തകർന്ന് നിന്ന് ഒരു വിഷമിച്ച് ഭയങ്കര സന്തോഷം ഇല്ലാതെ എന്തൊരു അഹങ്കാരമാണ് കാണിച്ചത് അന്ന് കപ്പ് മേടിക്കാൻ നേരത്തെ ഓസ്ട്രേലിയൻ ടീം. നമ്മുടെ അതൊക്കെ ഒരുമാതിരി അന്നൊക്കെ കണ്ടപ്പോ എടുത്തിട്ട് നല്ല പെരുമാറാൻ തോന്നിയത്. പക്ഷെ അത് നല്ലൊരു ഭയങ്കര അതേപോലെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിരുന്നു ലാസ്റ്റ്
ഇയറിലെ ഇത് വേൾഡ് കപ്പ് വേൾഡ് കപ്പ് അത് ഭയങ്കര വിഷമം. അതിന്റെ എല്ലാം കൂടെ അവന്മാർ കരഞ്ഞു തീർന്നു. ഒരു മാസത്തേക്ക് രോഹിത് ശർമ്മയൊന്നും ഓൺലൈനിൽ പോലില്ല, വന്നില്ല. ഭയങ്കരമായിട്ട് മൊത്തത്തിൽ മാറിയാണ്. എല്ലാരും അങ്ങ് പോയെന്ന് വെച്ചാ പിന്നെ എന്താ പറഞ്ഞ അവരുടെ പ്രഷർ അത്രയ്ക്ക് പ്രഷറാണ്. നമ്മൾ വിചാരിക്കുന്ന കണക്കല്ല. പിന്നെ ഇതൊന്നും പ്രശ്നമാണ്. നമ്മളിവിടെ അയ്യോ തോറ്റു പോയെന്ന് പറഞ്ഞല്ലേ. അവര് രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുന്നില്ലേ. പറയുന്നവർക്ക് എന്തും പറയാം. പക്ഷെ ഇതിനകത്ത് അവസാനത്തെ 5 ഓവറാണ് കളി. 30 ബോളി 30 റൺ എന്നുള്ളതിനകത്തുനിന്ന് 4 ഓവറിനകത്ത് വെറും 15 റണ്ണ് ഇന്ത്യക്ക് 14 റണ്ണ് മാത്രം. ഈ പാകിസ്ഥാന്റെ കളി നടന്നപ്പോഴും ഇതേപോലൊരു സെനാരിയോ ആയിരുന്നു. അവിടുന്ന് ഇന്ത്യ ഇതാക്കിയതേ ആ ഒരു ചേഞ്ച്. അത് ഗവാസ്കർ പറഞ്ഞ സാധനം തന്നെ എനിക്ക് ഓർമ്മ വന്നത്. എപ്പോ വേണമെങ്കിൽ അവിടെ വന്ന് നിന്നപ്പോഴും എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, വേണേലും തിരിയാം. പേഴ്സണലി എനിക്ക് എന്താ പറയുക, ഈ ബുംറയുടെ ബോളിംഗ് ആക്ഷനോട് ഞാൻ ഭയങ്കര ആരാധനല്ല. ഞാൻ പറഞ്ഞില്ലേ ഈ ടെക്സ്റ്റ് ബുക്ക് ആ ഒരു ടീമാണ് ഞാൻ. അപ്പം അതിനോട് വലിയ ആരാധന. അതുകൊണ്ട് ബുംറ ഞാൻ വലുതായിട്ട് കെയർ ചെയ്തിട്ടില്ല. ബട്ട് എൻ്റെ ഒരു ഫ്രണ്ട് അവനാണെങ്കിൽ ഇതേപോലെ രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് ആഷസിന്റെ ഫസ്റ്റ് 20 ഓവർ കണ്ടിട്ട് കിടന്നുറങ്ങുന്നതാണ്, വീണ്ടും കിടന്നുറങ്ങുന്നത്. എന്ന് വെച്ചാൽ അത്രയും ബോളിങ്ങിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരുത്തനാണ്. ആ ബോളിംഗ് ഫസ്റ്റ് ടെസ്റ്റില് ആ ബോള് സ്വിങ് ചെയ്യുന്ന കാണാനായിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അവൻ. എന്ന് വെച്ചാൽ അത്രയും പാഷനേറ്റ് ആണ്, ബോളിംഗ് ആണ് അവന് ഇഷ്ടം. അപ്പൊ അവൻ ഇങ്ങനെ വന്നിട്ട് ബുംറയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ ശരിയാണോ. പിന്നാണ് ബുംറയെ കുറിച്ച് ഞാനിങ്ങനെ ബുംറയുടെ മാച്ചസും ബുംറയുടെ ബോളിംഗ് ശ്രദ്ധിക്കാൻ തുടങ്ങിയതും കമന്ററികൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുകയും. അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ ശരിയാണ്. ഈ മാച്ചസിൽ തന്നെ ഒരു പോയിന്റ് വരെ എനിക്ക് സെമിഫൈനലിന് തൊട്ട് മുമ്പ് വരെ അത്രയും കളി കളിച്ച് 125 ബോൾ എറിഞ്ഞതിൽ അവൻ 5 ബൗണ്ടറി കൊടുത്തിട്ടുള്ളൂ. വളരെ ചുരുക്കം ബൗണ്ടറി കൊടുത്തുള്ളൂ. ഒരു 6 കണ്ടാണ് അവൻ ഇതുവരെ ഈ മൊത്തത്തിൽ അടിച്ചിട്ടുള്ളത്, ഒറ്റ 6. എന്നിട്ട് എത്ര വിക്കറ്റ് ഇട്ട്. മൊത്തത്തിൽ ടോട്ടാലിറ്റി നോക്കുമ്പോൾ ബുംറ എന്ന് പറയുന്ന വ്യക്തി ഒരു ടീമിന്റെ ബോളിങ്ങിൽ ആ 4 ഓവറിൽ കൊണ്ടുവരുന്ന ചേഞ്ചസ് ഭയങ്കരമാണ്. അത് തന്നെ ടീമിന്റെ പിന്നെ ഭയങ്കര സാധ്യത കൂട്ടി. ഇതിനകത്ത് തന്നെ നോക്കുവാണെങ്കിൽ 15ാമത്തെ ഓവർ വന്നിട്ട് വേറെ 2 റണ്ണം കണ്ട് കൊടുത്തിട്ട് അങ്ങ് പോയി. അടുത്ത ഓവർ വന്ന് ഒരു വിക്കറ്റ് 2 റൺ. അപ്പം അത് തന്നെ മൊത്തത്തിൽ മാറ്റി. അതിനിടയ്ക്ക് വന്നിട്ട് ക്ലാസം പോയി, അതൊരു സന്തോഷം. അതിനുശേഷം അക്ഷയ് ദീപ്സ് വന്നിട്ട് നല്ല കിടിലുമായിട്ട് ബോൾ ചെയ്ത് അങ്ങ് ടൈറ്റ് ആക്കി. ആ കൂടെ എന്താ 30 ബോളിൽ നിന്ന് 30 റണ്ണം എന്നുള്ള കളി 6 ബോളിൽ നിന്ന് 16 റണ്ണം ആക്കിയില്ലേ. 4 ഓവറിൽ വെറും 14 റണ്ണേ കൊടുത്തിട്ടുള്ളൂ ഇന്ത്യ. അത് ഭയങ്കര ഒരു ഇതായിരുന്നു. ബുംറ 2 ഓവർ എറിഞ്ഞു, അതിനകത്ത് ആകെ 4 റണ്ണം കണ്ടേ കൊടുത്തുള്ളൂ. അപ്പൊ അത്രയും ബെസ്റ്റായിട്ട് അങ്ങ് ടൈറ്റ് ആക്കിയപ്പോഴത്തേക്ക് അതാണ് കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മ ടോസ് കിട്ടിയപ്പോഴേ ബാറ്റിംഗ് തെരഞ്ഞെടുത്തതിന്റെ ഒരു പോയിന്റ് അതായിരിക്കാം. പിന്നെ ഓൾറെഡി പിച്ച് ബാറ്റിങ്ങിന് തുടങ്ങുന്ന പിച്ച് ഹാർഡ് ആവും പറഞ്ഞായിരുന്നല്ലോ, സ്ലോന്ന് പിന്നെ ഹാർഡ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു പോയിന്റ് അതാ സെമി ഫൈനലിലും ഇവിടെയും ബാറ്റിങ്ങിന്റെ ഇത് തന്നെ. പക്ഷെ ഇതിൽ കൂടുതൽ റൺ എടുക്കാന്ന് എനിക്കൊന്ന് ഹോപ്പുണ്ട്. എന്ന് വെച്ചാൽ ആദ്യമേ തുടക്കമേ നല്ല അടിപൊളി കളിയായിരുന്നു. രണ്ടുപേരും നോക്കിയപ്പോൾ കോഹ്ലിയൊക്കെ അടിപൊളിയായിട്ട് 4 ഒക്കെ അടിക്കും. 3 4 ആദ്യത്തെ ഓവർ തന്നെ കിട്ടി. ഞാൻ ഗംഭീര അടിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ വിക്കറ്റ്. പക്ഷെ നല്ല കറക്റ്റ് കളിയായിരുന്നു. ഈ ഇവനെ അക്സർ പട്ടേലിനെ ഇറക്കി വിട്ടതും കോഹ്ലി കൊട്ടി നിന്നിട്ട് അവന് ചാൻസസ് കൊടുത്തു. അവന്റെ വിക്കറ്റ് പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് അവനെ പിച്ച് ഹീറ്ററായിട്ട് കയറ്റി വിട്ടത്. അവനടിച്ചു, ഇവൻ ബാക്കപ്പ് ചെയ്തു. ഒരു ലെവല് കഴിഞ്ഞപ്പോഴത്തേക്ക് ഗിയർ മാറ്റി സ്കോർ ചെയ്യാൻ തുടങ്ങി. ആൾക്കാർ വരുന്നവരെല്ലാം സ്കോർ ചെയ്തു. നല്ല 176 എന്ന് പറയുന്നത് വേൾഡ് കപ്പിൽ ഒരു ടീം നടത്തിയ ഏറ്റവും വലിയ സ്കോറാണ് ഫൈനലിൽ. അതും പറയുന്നത്. അപ്പം അത്രയും ഒരു ബെറ്റർ 176 ഫൈനലില് എന്താ പറഞ്ഞ ചേസ് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേക്ക് പ്രഷർ ഓൾറെഡി സൗത്ത് ആഫ്രിക്കയ്ക്ക് ഉണ്ട്. പിന്നെ അത് മറന്ന് അവര് നല്ലപോലെ ബാറ്റ് ചെയ്തു. ക്ലാസനൊക്കെ വന്ന് കിടിലടി അടിച്ചു. ഡീകോക്ക് തുടക്കം വിട്ട് ക്ലാസൻ മുന്നിൽ വന്ന് അതിന്റെ അങ്ങോട്ട് കയറി. മില്ലർ ഒത്തിരി അടിച്ചില്ല. ഇല്ല, മില്ലർ വന്ന് അടിക്കുമെന്ന് പ്രതീക്ഷിച്ച് കിട്ടിയില്ല. എന്തായാലും അത് ഞാൻ വിചാരിച്ചോ മില്ലറൊക്കെ ഒത്തിരി കരഞ്ഞു അവിടെ. മില്ലർ വൈഫിനെ കെട്ടിപ്പിടിക്കുക. ആദ്യത്തെ 6 പേര് ടോപ്പ് ക്ലാസ് ബാറ്റേഴ്സ് ആണ്. ഒരുത്തൻ പോയി കഴിഞ്ഞാൽ വേറൊരുത്തൻ ഇറങ്ങി വരുന്നതാണ്. ഇവനാണോ അതിന്റെ അടുത്ത് ഇറങ്ങുന്നതെന്നുള്ള ഒരു ഇതാണ്. അങ്ങ് റബാഡ വരെ അടിക്കും. റബാഡയൊക്കെ വിശ്വസിക്കാൻ പറ്റില്ല. റബാഡയൊക്കെ അടിച്ചെന്ന് തോന്നുന്നു. അടിച്ചു ഒരു 4 അടിച്ചു. പിന്നെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും ഇപ്പം നടപ്പം ജഡേജയ്ക്കും ഏറ്റവും നല്ല രാഹുൽ ദ്രാവിഡിനും ഏറ്റവും നല്ലൊരു എൻഡിങ്
പെർഫെക്റ്റ് എൻഡിങ്. അതെ നമ്മുടെ സച്ചിൻ ഇറങ്ങിയ ക്ലൈമാക്സ് അതെ കപ്പ് മേടിച്ച്